സാമൂഹ്യ മാധ്യമ പ്രകടനത്തിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഏകമകൻ മാതാപിതാക്കളെ ബാക്കിയാക്കി അനാഥമായി കടന്നു പോകുമ്പോൾ ആ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാനാവില്ല. ന്യായീകരിക്കാനാവാത്തത് വേറൊന്നും കൊണ്ടല്ല, മനുഷ്യനൊക്കെ തകർന്നു പോകുമെങ്കിലും ഒരാൾ സ്വയം ഇല്ലാതാകുന്നതോടുകൂടി അയാൾക്ക് തൻ്റെ ഭാഗം തെളിയിക്കാനും പോരാടാനുമുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അത്തരം മാർഗങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് പറയട്ടെ. വലിയ ഇംഗ്ലീഷിലൊക്കെ വന്ന് ഈ വനിതാരത്നം ഒരു വീഡിയോയിൽ ആരെയൊക്കെയോ ഇംഗ്ലീഷ് ഭാഷയുടെയോ അറിവിൻ്റെയോ നിറകുടമാണെന്ന് വരുത്താൻ വേണ്ടി ചില സാധനങ്ങൾ തട്ടുന്നത് കണ്ടു. ആ തട്ടുന്നത് ഈ ചിത്രീകരിച്ച ചെറുപ്പക്കാരന് ഒരു മനോരോഗമുണ്ട്, അതിൻ്റെ ക്യാരക്ടർഡ് ബിഹേവിയർ, റിപ്പീറ്റഡ് ബിഹേവിയർ ബിക്കം ക്യാരക്ടർ ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന വീട്ടിലും ചുറ്റുപാടിലും അതിൻ്റെ പരിസരത്തുമൊക്കെ വലിയ അറിവുള്ള ആളാണ്, ഭയങ്കര വിദ്യാഭ്യാസമാണ്, അവളെ കഴിഞ്ഞുള്ളവരേ ഉള്ളൂ എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണാജനകമായ ചിത്രം സൃഷ്ടിക്കാമെന്നല്ലാതെ ഏറ്റവും വലിയ അറിവ് ഈ ഭൂമിയിലേത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവില്ലായ്മ ഈ വേട്ടയാടപ്പെട്ടു എന്ന് പറഞ്ഞു കാണിക്കുന്ന ചെറുപ്പക്കാരനേക്കാൾ കൂടുതൽ ഇരവാദം ഉന്നയിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർക്കായ വനിതാ സഹോദരിക്കാണ് എന്ന് അതിനകത്തെ ഓരോ സംഗതികളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ സ്വയം പ്രചരിപ്പിക്കാൻ, സ്വയം ഉദ്ഘോഷിക്കാൻ, സ്വയം കാണിക്കാൻ വേണ്ടി അമ്പെയ്ത് കളിക്കുന്നതും ഹെൽമെറ്റ് കളിക്കുന്നതും അല്ലാതെ നിൽക്കുന്നതും ഹെൽമെറ്റ് ഇട്ട് ചാടുന്നതും ഓടുന്നതും പറക്കുന്നതും എല്ലാം അതിനകത്തുണ്ട്. അതൊക്കെ ഒരാളിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മുടെ അഭിനിവേശങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ മനസ്സും കൂടിയാണ് അവിടെ വായിച്ചെടുക്കുന്നത് എന്നുള്ളത് ഒരു കാരണവശാലും മറന്നുപോയിക്കൂടാ. കാരണം ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ ഈ അസുഖത്തെ സംബന്ധിച്ചും ഇതിൻ്റെ സംഗതികളെ സംബന്ധിച്ചുമൊക്കെ ന്യായീകരിച്ചിരുന്നൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ആ വീഡിയോ അങ്ങ് റിമൂവ് ചെയ്തു. ഇത് എന്താണ് എന്നൊക്കെ പറയുന്നതാണ്. റിപ്പീറ്റഡ് ബിഹേവിയർ ബിക്കം ക്യാരക്ടർ ബിഹേവിയർ ആരെങ്കിലും പറഞ്ഞു കാണും, അതങ്ങ് റിമൂവ് ചെയ്തേക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്തോ ഒരു സംഗതി പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഗ്രൗണ്ടിലും ഈ വിൻഡോയിലും പലതിലും നോക്കിയാൽ യഥാർത്ഥത്തിൽ മരുന്ന് കഴിക്കേണ്ടത് ഈ പറയുന്ന മനോരോഗം റിപ്പീറ്റഡ് ബിഹേവിയറിലൂടെ ക്യാരക്ടർ ഫോർമേഷനിലൂടെ ഇങ്ങനെയൊക്കെ സ്വയമായി തീർന്ന ഒരാളിനെയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സാധാരണ മനോരോഗമുള്ളവരുടെ എല്ലാം ഒരു സവിശേഷമായ പ്രത്യേകത അവരവരുടെ രോഗം അവരവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കുതിരവട്ടത്തോ അല്ലെങ്കിൽ ഊളംപാറയിലോ ഒക്കെ പോയാലും അവിടെ ഉള്ള ഒരാൾ പോലും തനിക്ക് രോഗമുണ്ട് എന്നാരും അംഗീകരിക്കില്ല. അവരെല്ലാവരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കച്ചവടക്കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതുപോലെ വലിയൊരു സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ആയങ്ങ് അഭിനയിക്കുകയാണ് പ്രിയപ്പെട്ട ഈ വനിതാരത്നം. അരീക്കോട് 14-ാം വാർഡ് വെള്ളേരി എന്നോ മറ്റോ പറയുന്ന ഒരു വാർഡിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായി ജയിച്ച ശേഷം 2.5 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഈ ജനപ്രതിനിധിയായ ആളുകളുടെ പ്രതിനിധിയായൊക്കെ നിന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് അങ്ങ് പോവുകയും പിന്നീട് 6 മാസത്തിലൊരിക്കലോ ഒക്കെ വന്ന് ഈ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിൻ്റെ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഗതിയൊക്കെ ആ നാട്ടിലൊക്കെയും ചർച്ചയുണ്ട്. അവരൊക്കെ അങ്ങനെ ജയിപ്പിച്ചതിനും ആ പാർട്ടി സീറ്റ് കൊടുത്തതിനും മുസ്ലിം ലീഗായിട്ടാണ് മത്സരിച്ചത്, അങ്ങനെ ജയിപ്പിച്ചതിനും സീറ്റ് കൊടുത്തതിനുമൊക്കെ വലിയ ആക്ഷേപവും വലിയ ആരോപണങ്ങളും ഒക്കെ അവിടെയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഒരാളിൻ്റെ ആ മാനസികാവസ്ഥയും സ്വഭാവത്തെയും കാണിക്കുന്ന ഒരു സംഗതിയാണ്. വലിയ തിരക്കില്ലാത്ത ബസ്സിൽ സ്വാഭാവികമായി ഇത്തരം ചില പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ എന്ന് മാത്രമല്ല അതിലെ മുഖഭാവം പോലും ആ സിറ്റുവേഷനൊട്ടി യോജിച്ചതല്ല. അപ്പോൾ ആ തരത്തിൽ ഒക്കെ പെരുമാറി ഈ ഗ്രൗണ്ടിൽ നിന്നൊക്കെ കാണിക്കുന്ന ഈ ആളിനാണ് റിപ്പീറ്റഡ്ലി ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് റിപ്പീറ്റഡ് ആൻഡ് മാക്രോ എക്കണോമിക്കലി സിന്തറ്റിക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് ഏതെങ്കിലും സാധുക്കൾ അല്ലെങ്കിൽ പാവപ്പെട്ടവന്മാർ വിവാഹം കഴിച്ചുകൊണ്ട് പോയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതുപോലുള്ള സിറ്റുവേഷനിലുള്ള വീടുകളൂടൊക്കെ ആണെങ്കിൽ ഈ 4 ഇംഗ്ലീഷ് അങ്ങോട്ട് ചാമ്പുമ്പോഴത്തേക്ക് എന്തോ അഗാധമായ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പിയ വജ്ര ചിപ്പി മുത്ത് ആണെന്നൊക്കെ അങ്ങ് തെറ്റിദ്ധരിച്ചു പോകും. ആ തെറ്റിദ്ധാരണ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് എന്നതാണ് സത്യം. ആ വീഡിയോ എന്തായാലും നീക്കം ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് നീക്കം ചെയ്തതെന്നുള്ളത് സ്വാഭാവികമായി അത് കാണുന്ന ആർക്കും മനസ്സിലാവും. അതിനുള്ളിലെ ഈ അഭ്യാസമറക്കലിൻ്റെ വ്യാഖ്യാനങ്ങളുടെ തോന്നിയവാസങ്ങൾ അതിൽ കാണാൻ പറ്റും. അതുകൊണ്ടുകൂടിയാണത്.
ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ കൃത്യവും വ്യക്തവുമായ നിയമ നടപടി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ പൊതുയിടങ്ങളിലും പൊതുജീവിതത്തിലും മനുഷ്യൻ്റെ ജീവിതം വല്ലാതെ ദുസ്സഹമാവും. നമ്മൾ ബസ്സിലോ എവിടെയെങ്കിലും കയറിയാൽ തലയ്ക്ക് ചുറ്റും കണ്ണില്ലല്ലോ, ഒരു ദിശയിലേക്കല്ലേ പറ്റൂ. നമ്മുടെ പെരടി പോലും ഇവിടം വരെ 2 സൈഡിലേക്കേ തിരിയുള്ളൂ. ബാക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് കാണാനാവില്ലല്ലോ. ബസ്സിൽ കയറി തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ ആ സമയം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളും റെക്കോർഡ് ചെയ്തിരിക്കും. ഇത്തരം ഡേറ്റകൾ റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വവും അതിൻ്റെ പണിഷ്മെൻറ്റും വ്യക്തമാക്കുന്ന നിയമനിർമ്മാണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ജീവിക്കാനുള്ള അവകാശവും അന്തസ്സ് സംരക്ഷിക്കാനുള്ള അവകാശവും ഈ ഭൂമിയിൽ സവിശേഷമായി ചിലർക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടതല്ല. എല്ലാവർക്കും അതിനുള്ള അവകാശം ഉണ്ടെന്ന് മാത്രം തൽക്കാലം പറയട്ടെ.